ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നാനോ എസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മിനി ബ്രോ ക്രാഫ്റ്റിൻ്റെ ഒരു പുതിയ ദിവസമായിട്ടാണ്. പക്ഷേ ഇവിടെ വൈകുന്നേരമായി ഗൈസ്. അപ്പം വേറൊന്നുമല്ല, ഇതിനു മുമ്പ് ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, ഒരു വീട് പണിയുന്നതിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു. പക്ഷേ ആ വീടിൻ്റെ കാര്യത്തിൽ തീരുമാനം ഗൈസ്. വേറൊന്നുമല്ല, ആ ഒരു വീട് എൻ്റെ ആ ഒരു വീട് ഉണ്ടായിരുന്ന വേൾഡ് എൻ്റെ ഡിലീറ്റായിപ്പോയി. എൻ്റെ ഒരു അബദ്ധം പോലെ ഡിലീറ്റായിപ്പോയി. ഇപ്പം ഇനിയിപ്പോൾ ഏതായാലും വേറെ വീട് പണിയണം. അന്ന് പണിത വീട് ഏതായാലും ചെറിയ വീടായിരുന്നു. അപ്പം ഒരു പുതിയ വീട് പണിയാമെന്ന് വിചാരിച്ചിട്ടാണ്. അതിനേക്കാൾ ഇച്ചിരി കൂടെ നല്ല വലിയ വീട് നമുക്ക് പണിയാമെന്ന് വെച്ചിട്ടാണ് ഗൈസ്. അപ്പം അതിന് വേണ്ടിയുള്ള സ്ഥലം ഞാൻ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങോട്ടാണ് ഞാൻ പോകുന്നത്. ഇപ്പോൾ എവിടെയാണെന്ന് തന്നെ മറന്നും പോയി. എവിടെയായിരുന്നല്ലോ, എവിടെയായിരുന്നു ഗൈസ്, ആന്ധ്രയായിട്ട്. അപ്പം കണ്ടുപിടിക്കാം. അപ്പം വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക ഗൈസ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെന്ന് എനിക്കറിയാം ഗൈസ്. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത് കൂട്ടി ഇനിയും വീഡിയോസ് ഞാൻ ഇടാം. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം കേട്ടോ. ഇനി ഇവിടെ മൊത്തം മാർബിൾ ഇട്ട് നിറയ്ക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്ലോറ് നമുക്കിപ്പോൾ ആക്കിയെടുക്കാൻ പറ്റും. മൊത്തം മാർബിൾ ഇട്ട് നിറച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഫ്ലോർ ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതേതായാലും തുടങ്ങാം. എന്തായാലും ഇരുട്ടായി ഗൈസ്, മൊത്തം ഇരുട്ടായിട്ടുണ്ട്. ഇപ്പോൾ കണ്ണ് കാണുന്നവരെ നമുക്കിപ്പം ഒരു പണി ചെയ്യാം. ഇതെല്ലാം ഇട്ട് വരാൻ കുറച്ച് പണിയാണ് ഗൈസ്. എന്തായാലും സീനില്ല, കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ ഇതൊക്കെ എളുപ്പത്തിൽ ചെയ്യാം. ഇതിനകത്ത് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ പല ഒച്ചയും കേൾക്കുന്നുണ്ട്, പന്നിയുടെയും കാളയുടെ ഒക്കെ. അതൊന്ന് ക്ഷമിക്കുക ഗൈസ്. ഇനി രാത്രി ആയതുകൊണ്ട് തന്നെ ഗൈസ് ഇവിടെ എവിടെയെങ്കിലും ഒരു വീട് കണ്ടുപിടിക്കണം. പക്ഷെ ഇവിടെ അങ്ങനെ വീട് കിട്ടത്തില്ല. കണ്ടു, ഇതിനകത്തൊന്നും ബെഡൊന്നും ഇല്ല ഗൈസ്. കാരണം ഇവിടെ അങ്ങനെ വീട് കിട്ടത്തില്ല. കാരണം ഇവിടെ മൊത്തം ബിൽഡിങ്ങും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഗൈസ്. അതുകൊണ്ട് ഇവിടെ അങ്ങനെ വീട് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഒരു വീട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഞാൻ ഒരു രസത്തിന് ബോംബിട്ട് കത്തിച്ച് കളഞ്ഞ ഗൈസ്. ഒരബദ്ധം. ഓക്കെ, ഇവിടെ ബെഡ് ഇടാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇറങ്ങിപ്പോകാൻ പറ്റുമായിരിക്കും അല്ലേ? ഇറങ്ങിപ്പോകാൻ പറ്റുമായിരിക്കും. ഇവിടെ ഒരു ബെഡ് ഇട്ടിട്ട്, എവിടെയല്ല, ഇവിടെ ഒരു ബെഡ് ഇട്ടിട്ട് നമുക്ക് സെറ്റപ്പാക്കി ഇത് പൊളിച്ച് കളയാം. ഇൻവെൻട്രിയിൽ ബെഡ് ഉണ്ടാവുമായിരിക്കും. ഫർണിച്ചറിലാണെന്ന് എനിക്ക് ഓക്കെ, ഇതിനകത്തുണ്ട്. ഇവിടെ കൊണ്ട് ഈ സേവിങ് വേൾഡ്. ഓക്കെ, നമുക്കിവിടെ വെക്കാം ഗൈസ്. എന്നിട്ട് രാവിലെ ആകുമ്പോൾ ഇവിടെ കിടന്നുറങ്ങാം. ഓക്കെ, അങ്ങനെ രാവിലെ ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് നേരെ നമ്മുടെ പണിയിലേക്ക് പോവാം. കാരണം അത് ഇതുവരെ തുടങ്ങിയിട്ടും കൂടി ഇല്ല ഗൈസ്. അപ്പം അങ്ങോട്ട് പോവാം. ഇപ്പം ഇന്നത്തെ ഇറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ അന്ന് ഇതേപോലെ ഇറങ്ങാൻ നോക്കിയപ്പോൾ ഇറങ്ങാൻ പറ്റിയില്ലായിരുന്നു. എന്നിട്ട് ഞാനത് മൊത്തം പൊളിച്ചിറങ്ങുമായത്. ഇനിയിപ്പോൾ അങ്ങനെ ഇറങ്ങേണ്ടി വരുമോ? അങ്ങനെ ഇറങ്ങി ഗൈസ്. ഓക്കെ, ഇങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ലല്ലോ. ട്രാപ്പായതേമേ. ഇങ്ങനെ ഓക്കെ 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 സെറ്റായി. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് വിട്ടേക്കാം. അപ്പോൾ അവിടെ പോയിട്ട് വേണം ഇനി അടുത്ത പരിപാടി. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ പണിസ്ഥലത്തേക്ക് പോകണം. ഓക്കെ, ഇവിടെ എവിടെയായിരുന്നല്ലോ. ഓക്കെ, കണ്ടുപിടിച്ചു ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് ഇനി ഇവിടെ മൊത്തം മാർബിൾ ഇടണം. മാർബിൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീടിൻ്റെ ഫ്ലോറ് കിട്ടും. ആ ഫ്ലോറിൽ നമുക്ക് ബാക്കിയുള്ള പണിയൊക്കെ ചെയ്യാം. അപ്പം ആദ്യം ഫ്ലോർ ആക്കണം. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ മൊത്തം മാർബിൾ ഇടണം. ഇതിങ്ങനെ ഇട്ട് വരുന്നത് ഭയങ്കര ക്ഷമകെട്ട പരിപാടിയാണ് ഗൈസ്. കഷ്ടപ്പാടാണ്. എന്തായാലും കുഴപ്പമില്ല. ഞാൻ 2 നില വീടാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് ഗൈസ്. അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ 1 നിലയുടെ വീഡിയോ ഇടാം. അടുത്ത ഞാൻ 2 നില ഇടാം. അപ്പോൾ നമുക്ക് സ്കിപ്പാക്കാം.
ഓക്കെ ഗൈസ്, ഞാൻ സ്കിപ്പാക്കി, കാരണം അത് മൊത്തം ഇട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പം ഇപ്പം ഞാൻ ഇതിൻ്റെ വാളാണ് പണിയുന്നത്, നമ്മുടെ വീടിൻ്റെ വാളാണ് പണിയുന്നത്. അപ്പോൾ ഇച്ചിരി സ്പീഡിൽ ഞാൻ കാണിച്ചു തരാം ഗൈസ്. മൊത്തം ഇട്ടിട്ട് പോകണം, മൊത്തം പെരക്കെ ഇടണം ഗൈസ്. ഒന്നും നോക്കണ്ട, ചന്നം മിനിട്ടോ. കാരണം വാളാക്കുന്ന സമയത്ത് ഒന്ന് മാറിപ്പോയാലും ലാസ്റ്റ് നമുക്കത് വെട്ടിയെടുത്ത് കളഞ്ഞാൽ പോരെ, കുഴപ്പമില്ല. അവിടെ മൊത്തം സ്പീഡിലിടാം. ഈ ഗെയിമിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ പല ഒച്ചയും കേൾക്കുന്നുണ്ട് ഗൈസ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഗൈസ്. സോറി ഗൈസ്, ഒന്ന് ക്ഷമിക്കണം, കാരണം അത് നമുക്ക് കളയാൻ പറ്റത്തില്ല ഗൈസ്. വേറൊന്നുമില്ല, ഇതിന് ഇവിടെ കുറേ പന്നിയും കാളയും പൂച്ചയും പട്ടിയും എല്ലാം ഉണ്ട്, അതിൻ്റെ ഒക്കെ ഒച്ച ഇവിടെ കേൾക്കും. അത് പോരാണ്ട് ഇവിടെ എന്തോ ലാവയോ വെള്ളം എന്തോ ഉണ്ട്, അതിൻ്റെ ഒച്ച ഇവിടെ അടുത്ത് കേൾക്കും. ഇതെങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല ഗൈസ്. അപ്പം ഒന്ന് ക്ഷമിക്കുക ഗൈസ്, സോറി ഗൈസ്. ഇപ്പം ഇത്ര കഷ്ടപ്പെട്ടാലും ഗൈസ്, വീടൊക്കെ പണിത് കഴിയുമ്പോൾ നല്ല ഭംഗിയാവും, അന്നേരം നമുക്ക് ഇച്ചിരി സന്തോഷം തോന്നും ഗൈസ്. ഇപ്പം എന്താണ് അങ്ങനെയാണല്ലോ, കുറച്ച് കഷ്ടപ്പെട്ട് കഴിയുമ്പം പിന്നെ സെറ്റായി വന്നോളുമല്ലോ. ഓക്കെ, ഇവിടെ അടുപ്പിച്ചെടുക്കാം. ഓക്കെ, ഞാൻ ഈ വീടിൻ്റെ അടുത്താണ് പണിയുന്നത്, വേറെ ഒന്നുമല്ല, വേറെ സ്ഥലമൊന്നും കിട്ടിയില്ല. ഇത് തന്നെ കഷ്ടപ്പെട്ട് മാന്തി എടുത്ത സ്ഥലമാണ്. പക്ഷേ ഈ വീടിന് പൊളിക്കാൻ പോയാൽ അതിൻ്റെ വേറെ സമയം പോകും ഗൈസ്, അതുകൊണ്ട് ഞാൻ വീട് പൊളിച്ചില്ല. അപ്പം ഇതാണ് മുൻവശമാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ ഒരു ഇത്തിരി സ്ഥലം ഇട്ടിട്ട് ഇവിടെ വാതിൽ വെക്കണം. വാതിൽ ഇവിടെ ഇത് പൊട്ടിക്കണോ? ഇവിടെ അല്ല, വേണ്ട, വാതിൽ ഇവിടെ വെക്കാം. ഇവിടെ നമുക്ക് മൊത്തം മൂടാം. വിൻഡോസൊക്കെ പിന്നെ വെക്കാം ഗൈസ്, പിന്നെ നമുക്ക് പൊളിച്ച് വെക്കാം. കാരണം ഇപ്പോൾ ഒരു പ്ലാനിങ്ങിൽ ഉണ്ടാക്കുവാണ്, അപ്പം വിൻഡോസൊക്കെ പിന്നെ വെച്ചാൽ മതിയല്ലോ. അപ്പം ഇതാണ് നമ്മുടെ വാതിൽ വരുന്നത്. ഇനി നമുക്കൊരു ചെറിയ എൻട്രി പോലത്തെ ഒരു സ്ഥലമാക്കി വെക്കാം. ഇവിടെ ഇതുണ്ടോ, ഇത് പൊളിക്കാം, ഇവിടെ ആക്കി വെക്കാം. ഇവിടെ ഇങ്ങനെ മാർബിൾ വെച്ചിട്ടുണ്ടെങ്കിൽ കയറി വരുന്നൊരു സ്ഥലമായുമല്ലോ. ഇതൊന്നുമല്ല, നമുക്ക് വീട് മൊത്തം നമുക്ക് ഡെക്കറേഷനും കാര്യമൊക്കെ മോഡിഫിക്കേഷനൊക്കെ ചെയ്യാം. ഇപ്പം ജസ്റ്റ് മൊത്തം ആദ്യത്തെ പണി മാത്രം ഒന്ന് തീർത്ത് വെക്കാം. ഇനി നമുക്ക് റൂഫ് പണിയണം ഗൈസ്. അപ്പം റൂഫിൻ്റെ പണിയിലേക്ക് കിടക്കാം. അപ്പം ഇത് മൊത്തം ഞാൻ അധികം പൊക്കത്തി ഉണ്ടാക്കുന്നില്ല, കാരണം അധികം പൊക്കത്തി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ രണ്ടാം നില പണിയുമ്പോൾ അതിൻ്റെ ലുക്ക് പോവും. അപ്പോൾ ഇത്തിരി താത്തത്തിൽ നമ്മുടെ തലയുടെ മണ്ടയ്ക്ക് മുട്ടാവുന്ന പോലെയൊക്കെയാണ് ഞാൻ പണിയുന്നത്. അത് കുഴപ്പമില്ല ഗൈസ്, കാരണം അത് ഇപ്പം ഇച്ചിരി കൂടെ ലുക്ക് കിട്ടാനാണ് എനിക്ക് പണ്ടോട്ട് അങ്ങനെ ഇഷ്ടം. അത്രയും പൊക്കം പാടില്ല, വേൾഡ് സേവ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പം റൂഫ് പണിയാം. ഞാൻ ഇവിടെ നിന്ന് ഇട്ടിട്ട് പോകും. റൂഫ് പണിയും പിന്നെ എവിടെ നിന്നിട്ടാലും കുഴപ്പമില്ല, ഒരുമിച്ച് കൂട്ടി മണ്ടയ്ക്ക് ഹോളൊന്നും ഇല്ലാത്ത രീതിയിലായി വന്നാൽ മതി. ഓക്കെ, രാത്രി ആവാനായും തോന്നട്ടാ, മൊത്തം ഇടാം. ഒരു മെനകെട്ട പന്നിയുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ, അത് എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ നോക്കാനും പോയില്ല. പക്ഷേ അതിൻ്റെ ഒച്ച വല്ലാത്ത ഒച്ച, പിന്നെ എന്തോ ലാവയോ വെള്ളത്തിൻ്റെ എന്തിനാണ്ട് ഒച്ചയുണ്ട്. അപ്പോൾ ഒന്നുകൂടെ പറയാം ഗൈസ്, ക്ഷമിക്കണം ഗൈസ്. എടേ, നമ്മളൊരു കാര്യം മറന്നുപോയടേ, അകത്ത് വെട്ടം വെക്കാൻ മറന്നുപോയി. ടോർച്ച് എടുത്തിട്ട് വെക്കാം. ഏതായാലും ഇത് മൊത്തം മൂടാം. വെട്ടം ഇവിടെ മൊത്തം മൂടിയിട്ടില്ലേ, ഇവിടെ മൂടാൻ വെട്ടം ഉണ്ടാവും. ഞാൻ വാതിൽ പിടിപ്പിച്ചിട്ടില്ല, വെട്ടം ഉണ്ടാവും. വെട്ടം ഇത്തിരി ഉണ്ട്. നമുക്ക് കാര്യം ചെയ്യാം, ടോർച്ച് എടുക്കാം. ഐറ്റംസിൽ പോയി ടോർച്ച് എടുത്തിട്ട് ടോർച്ച് ഇവിടെ എവിടെയും കുത്തി വെക്കാം. ടോർച്ച് ഞാൻ വീടുണ്ടാക്കി കഴിയുമ്പോൾ ടോർച്ച് വേണമെന്നില്ല, ഞാൻ വേറെ ലൈറ്റ് പിടിപ്പിക്കും, സീലിംഗ് ലൈറ്റ് പിടിപ്പിക്കും. അപ്പോൾ അതിന് ഇപ്പോൾ ജസ്റ്റ് ടോർച്ച് വെക്കാം. ഓക്കെ, ഇവിടെ ഒന്ന് നമുക്കിവിടെ ഒന്ന് വെക്കാം, ഉണ്ടാക്കാം.
ഇനി ഇവിടെ കൂടി ഇരിക്കട്ടെ. ഓക്കെ, ഇനി വീടിൻ്റെ ചുറ്റും വെക്കാൻ ലൈറ്റ്. ഇവിടെ എല്ലാം സെറ്റായി. ഓക്കെ, അപ്പം ഇനി നമുക്ക് വീടിൻ്റെ ചുറ്റും വെക്കണം. അപ്പം അതിനുവേണ്ടി വീടിൻ്റെ ചുറ്റും വെക്കാം. വീട് നോക്കട്ടെ ഗൈസ്. അടിപൊളി. ഈ രണ്ടാം നിലയൊക്കെ പണിയുമ്പോൾ ഇച്ചിരി കൂടെ സെറ്റാകും ഗൈസ്. ഇനി കുറച്ച് വിൻഡോസൊക്കെ വെക്കണം. മുകളിൽ നല്ല സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ മണ്ടയ്ക്കോട്ടും കൂടെ പണിത സെറ്റപ്പ് ആവും. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് പരിപാടിയുണ്ട്. ടോർച്ച് വീടിൻ്റെ പുറത്ത് വെക്കണം തോന്നുന്നില്ലേ? ടോർച്ച് വീടിൻ്റെ പുറത്ത് വെച്ചാൽ ഇച്ചിരി കൂടെ വൈബാവുള്ളൂ. വെക്കാം. അതിന് മുമ്പ് നമുക്കിവിടെ നമ്മുടെ റൂം പണിയാം. നമുക്കിപ്പം പെട്ടെന്ന് കിടക്കണമെങ്കിൽ റൂം വേണമല്ലോ. ഇപ്പം റൂം പണിയാം. എത്ര കുറച്ച് നീട്ടാല്ലേ? ഇച്ചിരി നീട്ടം വേണം റൂമിൽ നിന്ന്. താഴെ ഒറ്റ റൂം മാത്രമായിട്ട് ആക്കാനുള്ള പരിപാടിയാണ്. അപ്പം ഇച്ചിരി വലുതാക്കാം. ഇതൊക്കെ ചിലപ്പോൾ മാറ്റം കേട്ടോ. ഇപ്പോൾ തറക്കാലത്തേക്ക് ആക്കി വെക്കുന്നതാണ്. വേണ്ട, റൂഫ് ഇപ്പോൾ ഇത്ര പണിതന്നെ ആയിരുന്നു. ഇപ്പം നമുക്ക് 2 കട്ട വെച്ചാൽ തീർന്നു. അത്രേ ഉള്ളൂ. നമുക്കിവിടെ വാതിൽ വെക്കണം അല്ലേ? ഓക്കെ, വാതിലെടുക്കാം. ഓക്കെ, ഈ വാതിൽ വെക്കാം. ഓക്കെ ഗൈസ്, യെസ്, വാതിലായി. തുറന്നു നോക്കാം. യെസ്. ഇപ്പം അടിപൊളിയായി. നമുക്ക് കട്ടിൽ വെക്കാം അല്ലേ? കട്ടിലും പിന്നെ ഇവിടെ ഒരു മേശ വേണം. ഇവിടെ ഒരു മേശയും വേണം. അപ്പം ആ പരിപാടി. അതിന് മുമ്പ് നമുക്കിവിടെ പോയിട്ട് നമ്മുടെ ടോയ്ലറ്റിനുള്ള സ്ഥലമാക്കി വെക്കാം ഗൈസ്. ടോയ്ലറ്റ് ഇവിടെ ചെറിയ ടോയ്ലറ്റ് പോലെ ആക്കി വെക്കാം. ചെറുതായിട്ട്. ഓക്കെ, ഒരു ടോയ്ലറ്റിനുള്ള സംവിധാനമാക്കി വെക്കാം. ഇതവിടെ ഇരുന്നോട്ടെ. നമുക്ക് ഏതായാലും ഇവിടെ വാതിൽ വെക്കാം. ഓക്കെ, ടോയ്ലറ്റ് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് അവിടെ ബെഡ് കൊണ്ട് വെക്കണ്ടേ? ഇവിടെ വാതിൽ വേണം. ഓക്കെ, നമുക്ക് ടേബിൾ വേണം. പിന്നെ ഫർണിച്ചറിൽ തന്നെ പോവാം. ബെഡ് വേണം. ഇവിടെ വെക്കാം. കാല് ഉള്ളത് വേണ്ടല്ലേ? കാലുള്ളത് വേണ്ട. കാലില്ലാത്ത മതി. ഓക്കെ സെറ്റ് ഗൈസ്. ഓക്കെ, അപ്പം നമുക്ക് ബെഡ് ഉണ്ട്. അതിടാം. ഇവിടെ ഇടാം. ഓക്കെ, ഇങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുന്ന രീതിയിൽ. ഓക്കെ, വീട് സേവ് ആക്കട്ടെ. ഓക്കെ, അപ്പം ഇവിടെ നമുക്കിടാം. ബെഡ് ഇവിടെ ഇടാം. ബെഡ് ഇട്ടപ്പോൾ നല്ല ലുക്കായിട്ടുണ്ട് ഗൈസ്. നല്ല ഇതായിട്ടുണ്ട്. അപ്പം ടേബിൾ ഇരിക്കട്ടെ. പിന്നെ ഇവിടെ ഈ സാധനം ഉണ്ടല്ലോ, ഈ വെള്ള കളറുള്ള, ഇത് പൊളിയാണെന്ന് തോന്നുന്നു. നമുക്ക് സൈഡിൽ വെക്കാം. ഇത് മറ്റേ കൂട്ട് ഷെൽഫ് പോലത്തെ സാധനമാണെന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ വെക്കാം. ഓക്കെ. അയ്യോ, ഇത് കിച്ചൺ ഗൈസ്, സോറി, കിച്ചൺ ഷെൽഫാണ്. അത്തക്കൊക്കെ ഇരിക്കുന്നത്. ഓക്കെ, ഇതല്ലല്ലോ സാധനം. ഇതല്ലായിരുന്നു, വേറെ ഉണ്ടായിരുന്നു. ഈ കറുത്ത. ഓക്കെ, ഇതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഇത് നമുക്കിവിടെ വെക്കാം. ഓക്കെ, വലിയ കുഴപ്പമൊന്നുമില്ലേ? അപ്പോൾ ഈ തൽക്കാലം ഇവിടെ വെച്ച് നമുക്ക് നിർത്താം. ഈ സാധനം വെച്ചും കൂടെ വലുതാക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് കാര്യം ചെയ്യാം. ഇത് റൂമൊക്കെ അത്ര ആയിക്കോട്ടെ, അവിടെ നിൽക്കട്ടെ. പിന്നെ നമുക്ക് ഫ്രണ്ട് വാതിൽ വെച്ചില്ലല്ലോ. അയ്യേ, ഫ്രണ്ട് വാതിൽ വെക്കാതെ ഇത്ര കഷ്ടപ്പെട്ടെ. ഫ്രണ്ടിൽ നമുക്ക് ഇരുമ്പിൻ്റെ ഒരു അടിപൊളി ഡോർ ഇരിപ്പുണ്ട് നമ്മുടെ കയ്യിൽ. അത് നമുക്ക് വെക്കാം. ഓക്കെ, ഇത് വെക്കാം. ഓക്കെ, ഇനി വീടിൻ്റെ ചുറ്റും ടോർച്ച് വെക്കണം. ടോർച്ചിനുള്ള പരിപാടിയാണ് അടുത്ത്. വീടിൻ്റെ ചുറ്റും നല്ല അടിപൊളിയായിട്ട് ടോർച്ച് വെക്കണം. ലൈറ്റ് ഇവിടെ ഇരിക്കട്ടെ. പോകുന്ന വഴിക്ക് എല്ലാം വെച്ച് വെച്ചു ഗൈസ്. ഓക്കെ, ഇവിടെ എല്ലാം വെച്ചു. ഇവിടെയൊക്കെ കാണും. മൊത്തം ഇരിക്കട്ടെ. മൊത്തം ടോർച്ചിൻ്റെ ഓരം ഇവിടെ എല്ലായിടത്തും വേണം. ഇവിടെ മറ്റേ വീടായിരുന്നല്ലേ. ഓക്കെ, അപ്പോൾ ഈ വഴി പോയി ചാടി കയറി. പിന്നെ ഈ വീട് ഇനി 2ാം നിലയും കൂടെ പണിയാനുണ്ട്. അപ്പം അതൊക്കെ ആക്കണം. പിന്നെ ഇച്ചിരി കൂടി ഇതിൻ്റെ ചുറ്റും നല്ല മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് വീട് നല്ല അടിപൊളിയാക്കി എടുക്കണം. പിന്നെ വേറെ കുറേ വർക്ക് ഇതിനകത്ത് ചെയ്യണം. പിന്നെ ഇതിനാഘവശവും കുറച്ച് നല്ല മനോഹരമാക്കി എടുക്കാനുണ്ട്. അപ്പം പിന്നെ ഗൈസ്, വീഡിയോ ആണെന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് ഗൈസ്. സപ്പോർട്ട് ചെയ്യുക. ഇത് കൂടി വീഡിയോ ഞാൻ ഇനി ഇടാൻ നോക്കാം ഗൈസ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് ഇത് കൂട്ട് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ഗൈസ്.